ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നലത്തെ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞല്ലോ, ശ്യാമനെ വിളിച്ചിട്ട് രാധിക എല്ലാ കാര്യങ്ങളും അറിയിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജയഭാരതി മുത്തശ്ശിനെ രക്ഷിക്കണമെന്നും വേറെ നിവർത്തിയില്ല എന്നും ഒരുപാട് ട്രൈ ചെയ്തു എല്ലാം ഫ്ലോപ്പായി പോയ കാര്യങ്ങളെല്ലാം ശ്യാമനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇത് എനിക്ക് നടത്തി തരണം, കാരണം ഞാൻ ഇതുവരെ ഒരു ആഗ്രഹം ചോദിക്കാതെ ഇപ്പോൾ ചോദിച്ച ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തായാലും ശ്യാമ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിൽ കറങ്ങാണ്. അപ്പം മിക്കവാറും നമ്മുടെ ശ്യാമ, മിക്കവാറും അല്ല ഉറപ്പായിട്ടും ശ്യാമ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിനെ ഇറക്കാൻ പോവാണ്. അങ്ങനെ പിന്നെ നേരെ ഈ പ്രിയങ്കയും സുകുമാരി മുത്തശ്ശിയും കൂടി ഈ ആറ്റുവാശ്ശേരി വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്ന സമയത്ത് ദേവൻ അവിടെ അവരെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ദേവനും യശോദയും കൂടി അവരെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പം പ്രിയങ്കനോട് പറയുന്നുണ്ട്, ഇതുവരെ നീ എവിടെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾ പുറത്ത് പോയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി വാ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് പിൻവലിക്കാൻ പോകാമെന്നൊക്കെ പറയും. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാൻ അതിന് കംപ്ലയിൻറ്റ് പിൻവലിക്കില്ലെങ്കിലോ, കാരണം ഞാൻ കൊടുത്ത പരാതിയിൽ കറക്റ്റ് മൂല്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തത്, അതുകൊണ്ട് ഞാൻ ആ കംപ്ലയിൻറ്റ് പിൻവലിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ യശോദ അവളെ ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, നീ ആരോടായി സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്ത് ബഹുമാനിക്കുന്നത് എൻ്റെ ആ മുത്തശ്ശിനെ മാത്രമാണ്, വേറെ ആരെയും ഞാൻ ബഹുമാനിക്കുന്നില്ല, എന്നോട് ഒരുപാട് ക്രൂരത ചെയ്തതാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ മിസ്സായ സമയത്ത് രാധികനെ കൊണ്ട് അവളെ ഭർത്താവ് വരുണിനെ കെട്ടിച്ചു എന്നുള്ളതാണ് അവളെ പറയുന്നത്. അപ്പോൾ അതാണ് അവളെ ക്രൂരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിപ്പിച്ച് നീട്ടുന്നത്. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട്, ആ സമയത്ത് എന്നെ കൂടെ നിന്നത് എൻ്റെ മുത്തശ്ശി മാത്രമാണ്, ആ മുത്തശ്ശിനെയാണ് അവർ കൈവച്ചത്, അതുകൊണ്ട് ഞാൻ ഈ കേസ് ഒരിക്കലും പിൻവലിക്കില്ല എന്നൊക്കെ ഇവൾ വാശിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ആ സുകുമാരി മുത്തശ്ശി അങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് നേരെ ദേവനോട് പറയുന്നുണ്ട്, മോനെ ദേവാ, മക്കൾ നിൻ്റെ തന്നോളം വളർന്നാൽ അവരെ പിന്നെ അവരെ വഴിക്ക് വിട്ടോളാനാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ദേവൻ അത് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ അതുപോലെ അങ്ങ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിടുമെന്ന് ദേവൻ അങ്ങ് പറയാണ്. അപ്പോൾ സുകുമാരിനോടല്ല പറഞ്ഞത്, സുകുമാരി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുന്ന ടൈപ്പാണ്. അപ്പോൾ സുകുമാരി പറയുന്നത്, ഞാനെന്നാൽ കംപ്ലയിൻറ്റ് കൊടുക്കും, വാർദ്ധക്യം വന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോലീസ് പോയി പരാതി കൊടുക്കും, അത് നിനക്കെതിരെ. അപ്പോൾ പിന്നെ പോലീസുകാരൊക്കെ വീട്ടിൽ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നാണം കെടും, അത് വേണോ? എന്തായാലും സുകുമാരിനെ ഇവളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് നീ വിചാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് കയറി പോകണം. കാരണം ഇവരെ കൊണ്ട് എന്തായാലും കണിമംഗലത്തുകാരും ആറ്റുവാശ്ശേരിക്കാരും എല്ലാവരും പൊറുതി വിട്ടിരിക്കുകയാണ്. പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം യശോദനോട് പറയുന്നത്, ഞാനന്ന് സ്റ്റേഷനിൽ നിന്ന് പോയി നോക്കിയാലെന്ന്, കാരണം ദേവന് ഭയങ്കര ടെൻഷനുണ്ട്, അവരെ ഇങ്ങനെ നാണം കെടുത്തുന്നത് ഇവരുടെ കുടുംബം കാരനാണല്ലോ അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ള ചിന്തയൊക്കെയാണ്. അത് പറയുന്നുണ്ട്, അങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ദേവേട്ടാ, നമുക്ക് എന്തായാലും രാധികനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാം, അല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ആ കേസ് ഒതുക്കി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെയാണ് യശോദ ദേവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ദേവനിങ്ങനെ പറയുന്നുണ്ട്, അമ്പലത്തൊക്കെ എല്ലാവരും തന്നെ ആയുസ്സും ആരോഗ്യമൊക്കെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അവിടെ പൂജ ചെയ്യുന്ന എനിക്കാണെങ്കിൽ ആയുസ്സൊന്നും കുറഞ്ഞ് കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്ന് അയക്കണേ എന്നൊക്കെ ഇങ്ങനെ ദേവന് ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ പറയണം. കാരണം സ്വന്തം അമ്മയും മകളാണ് പൊറുതി മുട്ടി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള നിലയിൽ എത്തിച്ചത് അത് ഈ ദേവൻ്റെ. സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് എങ്ങനെ അച്ഛനും അമ്മയ്ക്ക് എതിരെ നിന്ന് സംസാരിക്കാമെന്നൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, എടി അവർ രണ്ടുപേരും നിന്നോട് കയർത്ത് സംസാരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നീ അങ്ങോട്ട് തന്നെ കയർത്ത് സംസാരിക്കണം, അപ്പോഴേ അവർക്ക് രണ്ടുപേർക്കും നിന്നോടൊരു പേടി ഉണ്ടാവുള്ളൂ, അവരെ ഉള്ളിൽ ഇപ്പോൾ കിടന്നിങ്ങനെ വിറക്കുന്നുണ്ടാകും, പുറത്തുള്ള ഭാഗങ്ങളൊന്നും നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ അവൾക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ ഇപ്പോൾ പെരുമാറിയ പോലെ അങ്ങ് പെരുമാറിയാൽ പോരെ, ഇതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വന്തം പേരക്കുട്ടീനെയാണ് ഇങ്ങനെ മോശം ക്യാരക്ടറൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരിങ്ങനെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞിട്ട് എന്തായാലും ആ ജയഭാരതി മുത്തശ്ശി അവിടെ ജയിലിൽ നല്ല അഴി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ആ CI, നല്ല തല്ലും കിട്ടിയിട്ടുണ്ടാവും, എന്തായാലും അവർക്ക് കുറച്ച് കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നൊന്നും എന്തായാലും സുകുമാരി മുത്തശ്ശി അവിടെ അറിയുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് എന്തായാലും ജയഭാരതിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ആ വരുണിനും രാധികക്കും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും, അതുകൊണ്ട് മിക്കവാറും ഈ രാധിക
ഒരു ത്യാഗം ചെയ്യേണ്ടി വരും. ഓൾറെഡി അവൾ വലിയൊരു ത്യാഗിയല്ലേ, അതുകൊണ്ട് ഈ കാര്യത്തിൽ അവൾ ത്യാഗം ചെയ്യടി. അവൾ വരുന്നതിനെ ഉപേക്ഷിച്ചു നിൻ്റെ അടുത്തേക്ക് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. പക്ഷേ അവളെ ഇവിടെയും കയറ്റരുത്, അവൾ എവിടെയെങ്കിലും പോയി ഒന്ന് ചാകട്ടെ എന്നൊക്കെ പറഞ്ഞ് സുകുമാരി മുത്തശ്ശി അങ്ങനെ അവളെയും ബ്രാഗിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയങ്ക അത് കേട്ട് ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. പ്രിയങ്കരുണ്ട് മുത്തശ്ശി അവളെ വരുണിനെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നത് സംശയം എന്താ, അവൾ എന്തായാലും പോകും. കാരണം അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ജയഭാരതി മുത്തശ്ശി. അവർ ഇങ്ങനെ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടും തല്ലുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ പിന്നെ അവൾ എന്തായാലും പോകുന്നിങ്ങനെ പ്രിയങ്കനോട് സുകുമാരി മുത്തശ്ശി പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്നിട്ട് വേണം എനിക്ക് ആ കണിമംഗലം അടക്കി ഭരിക്കാൻ. എന്നിട്ട് ആ കണിമംഗലത്തിൻ്റെ ഒരു രാജകുമാരിയാക്കിയിട്ട് ഞാൻ മുത്തശ്ശിനെ വായിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ മനക്കോട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ തകർന്ന് അടിയാൻ പോകുകയാണെന്ന് ഇവരെന്തായാലും അറിഞ്ഞിട്ടില്ല. ഗൗതമൻ നേരെ അച്ഛനെ കാണാൻ പോവാണ്. അപ്പം ചന്ദ്രശേഖരനോട് ഇവനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് പണം കിട്ടിയില്ലേ, ആ ബെഞ്ചമിൻ പണം തന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, തന്നിട്ടുണ്ട് അച്ഛാ, ബെഞ്ചമിൻ പണം തന്നിട്ടുണ്ട്, ഞാൻ അവൻ്റെ സിസ്റ്ററായിട്ടൊക്കെ സംസാരിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാൻ ജയിലിലായിട്ടും തിരിച്ച് പണം കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഒരു പ്രതീക്ഷയില്ലാതെ അത്രയും വലിയ തുകയാണ് അവന് എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ചെയ്തത്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ പണമൊക്കെ അടച്ചിട്ടുണ്ട്, ഇനി ഞാൻ അച്ഛനെ മേൽക്കോടതിക്ക് ഹാജരാക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്തായാലും അച്ഛൻ ഉടനെ തന്നെ റിലീസാകും, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഒരു പ്രതീക്ഷയില്ലാതെ അവന് ഇത്രയും പണം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അവനോട് നന്നായിട്ട് കടപ്പെട്ടിരിക്കണം. കാരണം ഒരു വാടക കൊലയാളി എന്നുള്ളതിലും അപ്പുറമാണ് ഇപ്പോൾ അവന് നമ്മളെ എല്ലാം ആയിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവൻ കാരണമാണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊക്കെ തകർന്നടിഞ്ഞേനെ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരനും ഗൗതമും കൂടി ഇങ്ങനെ ബെഞ്ചമിനെ കുറിച്ച് പറയണം. പക്ഷേ ബെഞ്ചമിന് ഇവരെ ചതിക്കാൻ പോവാണ് എന്നുള്ള കാര്യമൊന്നും ഇവരറിഞ്ഞിട്ടില്ല. അവൻ ബെഞ്ചമിൻ്റെ ഇടയിൽ എന്തായാലും വേറൊരു പ്ലാൻ ഉണ്ട്, ഈ ഒരു പണം കൊടുക്കൽ അവൻ്റെ ഒരു ലോക്കാണെന്ന് ഇവരെന്തായാലും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗൗതം കാര്യങ്ങളൊക്കെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, പുറത്തെന്തൊക്കെ സംഭവിച്ചെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗൗതം പറയുന്നുണ്ട്, മുത്തശ്ശി ജയിലിലാണ് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രശേഖരന് ഒരു അലിവ് വരികയാണ്, സ്വന്തം അമ്മയല്ലേ എന്തായാലും. അപ്പോൾ പറയുന്നുണ്ട്, അമ്മക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ അതാ സിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രിയങ്കനെയും സുകുമാരി മുത്തശ്ശിനെയും അവിടെ കണിമംഗലത്ത് നിർത്താൻ സമ്മതിക്കാത്തതുകൊണ്ട് അത് ആ പോലീസുകാരൊക്കെ ആക്കി കൊടുത്താലായിരുന്നു. അപ്പം അതിന് സമ്മതിക്കാത്തതുകൊണ്ട് അവർ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അമ്മനെ എന്തിനാ ഇതിൻ്റെ ഇടയൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ സ്വന്തം പ്രസവിച്ച മകനായതുകൊണ്ടുള്ള ഒരു സിമ്പതി എന്തായാലും ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. പക്ഷേ ഗൗതം പറയുന്നുണ്ട്, അച്ഛാ എന്തിനാണ് അവരോടൊക്കെ ഇങ്ങനെ സിമ്പതി കാണിക്കുന്നത്, കാര്യം അച്ഛനെ പ്രസവിച്ചൊരു സ്ത്രീയാണെന്നുള്ളൂ. പക്ഷേ ഇന്നേ വരെയായിട്ട് ഈ ജയിലിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ, അച്ഛനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ചോ? മുത്തശ്ശിക്ക് എപ്പോഴും പരമേശ്വരനോട് മാത്രമാണ് സ്നേഹം, അച്ഛനോട് ഒരു സ്നേഹവുമില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സിമ്പതി പോലും അവിടെ കാണിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ അച്ഛനെങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ അമ്മ ഒരു പുറമ്പോക്കായിട്ടാണ് നിൽക്കുന്നത്, ഒരു പരിഗണനയില്ലാതെ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. നമ്മളെ ഒരു സ്നേഹവും എങ്ങനെ അച്ഛൻ ഇവിടെ ജീവിക്കുന്നതെന്ന് പോലും അവിടെ ആരും അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ഗൗതം ഇങ്ങനെ ചന്ദ്രശേഖരനെ ഉണ്ടായിരുന്ന ചെറിയൊരു സിമ്പതിയും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങ് കളയാണ്. പിന്നെ ചന്ദ്രശേഖരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ആ CI അമ്മനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, അവർക്ക് രണ്ടുപേരെ ഉദ്ദേശം എങ്ങനെയെങ്കിലും പ്രിയങ്കയ്ക്കും ഈ സുകുമാരി മുത്തശ്ശിക്കും രാധികനെ അവിടെ നിന്ന് കണിമംഗലത്ത് നിന്ന് പുറത്താക്കണം എന്നാണ്. അതെന്തായാലും അവർ രണ്ടുപേരും അവിടെ ചെയ്തിരിക്കും. പിന്നെ CI ഇതിന് മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ രാധികനെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും, നമ്മുടെ വിജയമൊക്കെ തുടങ്ങാൻ പോവുകയാണ് അച്ഛാ, എന്തായാലും നമ്മളിനി സക്സസ് ആവാൻ പോവാണ്, എല്ലാവർക്കും ഇടയിൽ ഇങ്ങനെ തല നാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയൊക്കെ കഴിഞ്ഞ വെച്ചാന്നൊക്കെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരനെ പറയുന്നുണ്ട്, അത് ശരിയാണ്, നമ്മൾ തല താഴ്ത്തി നിൽക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എല്ലാവരുടെ മുന്നിലും നമ്മളെ പുച്ഛിച്ച് തള്ളിയവരും നമ്മളെ നാണം കെടുത്തിയവരൊക്കെ മുന്നിൽ നല്ല തല ഉയർത്തി തന്നെ അഭിമാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. എന്തായാലും ഈ ജനലഴികൾ ഈ
ജയിലിൻ്റെ അഴികളൊക്കെ എനിക്ക് എന്തായാലും തുറക്കാൻ പോവാണ്, എന്നിട്ട് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പകയോടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്തായാലും ചന്ദ്രശേഖരന് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. ബെഞ്ചമിന് എന്തായാലും ഇവർക്കെതിരെ എന്തോ ഒരു പ്ലാൻ എന്തായാലും നടത്തിയിട്ടുണ്ട്. ആ പണം കൊടുത്തത് തന്നെ ഇവർക്കിട്ടൊരു ലോക്കാണ് എന്നൊക്കെ ആ ഫോൺ കോളിലൂടെ ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. ഇത് അവന് പറഞ്ഞ സേറ എന്ന് പറയുന്ന ആ സ്ത്രീ ഇനി ഇവൻ്റെ സ്വന്തം സിസ്റ്ററാണോ അതോ മറ്റൊരു വില്ലൻ കഥാപാത്രമാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അരുണും രാധികയാണെങ്കിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഫിദ മേഡത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് വരുണ് രാധികനോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഫിദ മേഡം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ലല്ലോടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് കാത്തിരിക്കുക, എന്തായാലും ഫിദ മേഡം വെറുതെ ഒരു വാക്ക് പറയത്തൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവൾ നല്ല പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കാരണം ശ്യാം എന്തായാലും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുന്ന ഇവൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അവൾ ആദ്യമായിട്ട് ഫിദനോട് ചോദിച്ചൊരു കാര്യമായതുകൊണ്ട് ഫിദ എന്തായാലും അത് ചെയ്തു തരുന്ന അവൾക്ക് നല്ലൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആ സമയത്ത് ആ CIയുടെ ഫോണിലേക്ക് ആ ഓഫീസിലത്തെ അവരുടെ ക്യാബിനത്തെ ഫോണിങ്ങനെ റിങ് ചെയ്യാണ്. അപ്പോൾ റിങ് ചെയ്യുമ്പോൾ അവരെ മേലുദ്യോഗസ്ഥനായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഇയാളങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇയാളോട്, ആ CIനോട് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നീ അവിടെ ജയഭാരതി എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് സർ ഗാർഹിക പീഡനമായിരുന്നു അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഇയാളങ്ങ് ഷൗട്ട് ചെയ്യണം, അവരെ പെട്ടെന്നൊന്ന് റിലീസ് ചെയ്യും, ഞാൻ കേട്ടത് നിനക്ക് അവരോടുള്ള ഈ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷക്കൊന്നല്ലല്ലോ, നിനക്ക് അവരെ പേരക്കുട്ടികളെ ഭയങ്കര ശത്രുക്കളായി കാണുന്നെന്നുള്ള കംപ്ലയിൻ്റൊക്കെയാണല്ലോ ഞാൻ കേട്ടത്, എന്തായാലും നീ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്തല്ലേ, പെട്ടെന്ന് റിലീസ് ചെയ്യടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് രണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ ഇയാൾ ഫോൺ വെക്കുകയാണ്. അപ്പം ഈ CI വേണ്ട വല്ലാത്ത പുല്ലായി പോയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത വേറൊരു ഓഫീസറെ വിളിക്കാണ്. എന്നിട്ട് പറയുന്നത്, നീ അവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒരു പ്രായം ചെന്ന സ്ത്രീനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ CI വീണ്ടും ഒന്ന് പതറാണ്. അപ്പോൾ പറയുന്നുണ്ട്, സർ അത് പിന്നെ അവർ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ 2 സ്ത്രീകളെ അതും പോലീസ് പ്രൊട്ടക്ഷനിൽ കൊണ്ടുപോയ സ്ത്രീകളെ അവർ തല്ലി ചതച്ച് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ്, നീ മുന്നേ ഇതുപോലുള്ള കേസൊക്കെ വന്നിട്ട് എന്താ ചെയ്തത്, തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, നിനക്ക് യൂണിഫോം ഇപ്പോൾ കിട്ടിയിട്ടല്ലേ ഉള്ളൂ, അത് ഇപ്പോൾ തന്നെ അയക്കണം എന്ന് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോടോ, പെട്ടെന്ന് ആ പെണ്ണിനെ ഒന്ന് റിലീസ് ചെയ്യ്, പോരാത്തതിന് ഇനി ആ കേസിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസൊന്നും നീ അന്വേഷിച്ചിട്ടൊന്നുമില്ലല്ലോ, ഒരു അന്വേഷണവും ഇല്ലാതെയാണ് നീ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം, ആ പരാതിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം, അതുകൊണ്ട് അവരെ പെട്ടെന്ന് റിലീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവരും കട്ട് ചെയ്യാണ്. അപ്പോൾ പിന്നെ CI ആകെ ട്രാപ്പിലായി, കാരണം ഇനി റിലീസ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നത്. അവസാനം ACP വിളിക്കുകയാണ്. അപ്പോൾ ACP അല്ല, മന്ത്രി വിളിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി നേരെ ഡയറക്റ്റായിട്ട് ഈ CIക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്, എടോ ആ ഒരു സീനിയർ സിറ്റിസനെ നീ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, എടോ ഇവിടെ ഇപ്പോൾ ആഭ്യന്തരം ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോവുകയാണ്, ആളുകൾക്കൊക്കെ വലിയ മതിപ്പൊക്കെയാണ്, പക്ഷേ നീയായിട്ട് അത് തകർക്കരുത്, നിൻ്റെ യൂണിഫോം പോകും, പെട്ടെന്ന് അവരെ റിലീസ് ചെയ്യുക പറഞ്ഞിട്ട് ഇയാളെടുത്തൊന്നും കിട്ടുകയാണ്. ടോട്ടലി മന്ത്രിമാർ ഓഫീസേഴ്സ് എല്ലാവരും ഈ CIക്ക് വിളിച്ച് നല്ല തെറി പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഫോൺ വെച്ചിട്ട് വേണ്ട കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങനെ ഒറ്റയ്ക്ക് ഭ്രാകുന്നൊക്കെ ഉണ്ട്. അതേ സമയത്ത് ആ ACP ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ വരുണിൻ്റെ രാധികനെയൊക്കെ നേരെ കാണുമ്പോൾ തന്നെ ഇവർക്കൊരു ആശ്വാസം വരികയാണ്. കാരണം എന്തായാലും ഇനി നമ്മുടെ മുത്തശ്ശി ഇവിടെ കിടക്കില്ല എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ രണ്ടുപേർക്കും വന്നിരിക്കുകയാണ് ഈ ACPനെ നേരിട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഈ CI ആ സമയത്ത് അവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. ഈ ACPയുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുമ്പോൾ ആ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് സല്യൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ACP പറയുന്നുണ്ട്, എടോ നിൻ്റെ യൂണിഫോം ഇപ്പോൾ ഉണ്ട് നിൻ്റെ മേൽ കയറിയിട്ടുള്ളൂ, നീ ഇത് നിൻ്റെ മേൽ കയറാൻ വേണ്ടി ആരൊക്കെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, പിന്നെ ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്ത് വീണ്ടും ആ യൂണിഫോം താഴെ ഇറക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വക ഈ CIക്ക് നന്നായിട്ട് കിട്ടണേ. ACP CIനോട് പറയുന്നുണ്ട്, നിനക്കൊന്നും യൂണിഫോം ചേരുന്നില്ല, അത് നിനക്ക് അയച്ചു വെക്കേണ്ടി വരും തന്നെ തോന്നുന്നു, എന്തായാലും നീ തന്നെ പോയിട്ട് ജയഭാരതി മുത്തശ്ശിനെ അങ്ങ് റിലീസ് ചെയ്യേ, അത് നിൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ CIനെ അങ്ങ് ഷൗട്ട് ചെയ്യുമ്പോൾ CI നേരെ പോയിട്ട് ജയിലിൻ്റെ വാതിലങ്ങനെ തുറക്കണം. മുത്തശ്ശിയാണെങ്കിൽ നല്ല തൻ്റെ അടുത്തോടെ തന്നെ നിൽക്കണം, കാരണം മുത്തശ്ശി പറഞ്ഞിരുന്ന ഈ ജയിലിൽ നിന്ന് എനിക്കൊരു ചുക്കും സംഭവിക്കില്ല, അതുപോലെ തന്നെ സംഭവിച്ചതിൻ്റെ ഒരു അന്തസ്സും ഇതൊക്കെ മുത്തശ്ശിയുടെ മുഖത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അവിടെ നേരെ ജയിലിൽ നിന്ന് മുത്തശ്ശിനെ അവർ തന്നെ റിലീസ് ചെയ്തിട്ട് നേരെ ഈ ACPയുടെ അടുത്തേക്ക് വരികയാണ്.
അപ്പോൾ ACPയുടെ അടുത്ത് കയറുമ്പോൾ ACP നേരെ വരുണിനോട് സംസാരിക്കാണ്. വരുണിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അതൊന്നുമില്ല സാർ, ഒരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ആ ACP അവിടുന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ സുകുമാരി മുത്തശ്ശി ഈ CIക്ക് ഇട്ടൊന്ന് താങ്ങി സംസാരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, ഞാനേ പറഞ്ഞിരുന്നു ഈ ജയിലിൽ എനിക്കൊരു യാതൊരു ചുക്കും സംഭവിക്കില്ലെന്ന്. അതുപോലെ സംഭവിച്ചപ്പോൾ ഇവിടെ വേറൊരാളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ACPക്ക് ഇട്ട് താങ്ങി സംസാരിക്കുകയാണ്. കാരണം സുകുമാരി മുത്തശ്ശി അപ്പോഴേ പറഞ്ഞതാണ്, എനിക്കിവിടെ ഒരു ചുക്കും സംഭവിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ സേഫാണ് എന്നൊക്കെ. ആ സമയത്തൊക്കെ ഒരാളെ മുന്നിൽ ഭയങ്കര പുച്ഛേനി മുഖത്ത് എന്നൊക്കെ ഇങ്ങനെ ഇവർക്കിട്ട് താങ്ങി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇയാളാന്ന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് പോരും പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്ന് ഇവിടെ നിൽക്കി, ഞാൻ അയാളോടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഈ CIയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് CIനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുത്തശ്ശിനെ ഇവിടെ 5 മണിക്കൂർ 37 മിനിറ്റാണ് പിടിച്ചു വെച്ചത്, അഥവാ 337 മിനിറ്റ്. ആ സമയത്ത് ഞങ്ങൾ തിന്നൊരു തീ എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ആ കനൽ വാരിയിട്ടത് നിങ്ങൾ ഞങ്ങളെ മുത്തശ്ശിനെ ഈ ജയിലിൽ ഇരുത്തിയിട്ടാണ്. അപ്പോൾ അതിന് ഞാനൊരു കണക്ക് ചോദിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഈ CIനോട് ഒരു ചെറിയൊരു ഭീഷണി മുഴക്കാണ് എന്തായാലും വരുണ്. ആ സമയത്ത് ഈ വരുണിനോട് ഇയാൾ വലിയ പുച്ഛത്തിലാണ് സംസാരിക്കുന്നത്. ഇയാൾ അറിയുന്നുണ്ട്, നീ പോടാ ചേർക്കാൻ, എന്തായാലും ഈ യൂണിഫോമിനോട് മുട്ടാനുള്ള എല്ലിൻ്റെ ബലമൊന്നും നിനക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വരും പറയുന്നുണ്ട്, ആരുടെ എല്ലിൻ്റെ ബലം എന്നൊക്കെ നമുക്കൊന്ന് കാണാം, ഓക്കെ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് കുറച്ച് ഭീഷണി കുറച്ച് ഒന്ന് പേടിപ്പിച്ച് വിട്ടിട്ട് അങ്ങനെ ഇവരങ്ങ് പോവാണ്. മംഗലത്താണെങ്കിൽ പരമേശ്വരനും പത്മിനിയും നല്ല കട്ട വെയിറ്റിംഗാണ് ഇവരെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ മുറ്റത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ്. വരുണും രാധികയും മുത്തശ്ശിനെയും കൊണ്ട് വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഈ പരമേശ്വരന് പത്മിനിയോട് പോയി പറയുന്നുണ്ട്, മുത്തശ്ശി ഭയങ്കര തളർന്നായിരിക്കും വരുന്നത്, നീ അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം, എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പത്മിനിയോട് ഇങ്ങനെ പരമേശ്വരൻ പറയുമ്പോൾ പത്മിനി പറയുന്നത്, അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ, ഞാൻ അതൊക്കെ ചെയ്തിരിക്കും എന്നൊക്കെ പറയണം. പക്ഷേ മുത്തശ്ശി നല്ല എനർജിയിലാണ് വരുന്നതെന്ന് ഇവരെ അറിഞ്ഞിട്ടുമില്ല. ഇവരെ വിചാരം മുത്തശ്ശി ആകെ തളർന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നായിരിക്കും വരുന്നതെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇവരങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് കാർ എന്തായാലും വരികയാണ്. അപ്പോൾ നേരെ ജയഭാരതി മുത്തശ്ശി അങ്ങ് മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഇവരെ വന്നിട്ടൊക്കെ ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പരമേശ്വരനോട് പറയുന്നുണ്ട്, എടാ നീ പേടിച്ച് പോയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു, പേടിച്ചൊക്കെ അല്ല, ഞാൻ ആകെ തളർന്ന് പോയേക്കാണ് അമ്മനെ അറസ്റ്റ് ചെയ്ത് എന്നൊക്കെ കേട്ടപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രിയങ്കയും കൽപ്പനയും ഉർവശിയും കൂടിയൊക്കെ അങ്ങനെ ആകെ സങ്കടപ്പെട്ട് അവരെ പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ച് ഇങ്ങനെ ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഇനി ഇവർ രണ്ടുപേരും കൂടി മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ, അവരെന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ച് നേരെ ഇവരുടെ അടുത്തൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരെ മുഖം അത്ര തെളിച്ചം കുറവാണ്. പക്ഷേ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അവിടെ നല്ല സുഖമായിട്ട് തന്നെയായിരുന്നു, ഞാൻ അങ്ങനെ തളർന്ന് പേടിച്ച് നിന്നിട്ടൊന്നുമില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്, ഞാൻ ആകെ തളർന്ന് ക്ഷീണിച്ച് ടയേർഡായിട്ടൊക്കെ നിൽക്കുമായിരിക്കുന്നല്ലേ, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങും ഇല്ലായിരുന്നു, ഞാൻ ഭയങ്കര തൻ്റെ ഇടത്തിൽ തന്നെ നിന്നത് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശി നല്ല തൻ്റെ ഇടത്തിൽ തന്നെ നിന്നത്, മുത്തശ്ശിനെ എന്തായാലും സമ്മതിക്കണം, ഓരോ മണിക്കൂർ പോകുമ്പോൾ മുത്തശ്ശിയുടെ എനർജി ഇങ്ങനെ കൂടി വരികയായിരുന്നു, അല്ലാതെ മുത്തശ്ശി തല താഴ്ത്തി നിന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല, നല്ല ചങ്കൂറ്റത്തിൽ തന്നെയാണ് മുത്തശ്ശി നിന്നത് എന്നൊക്കെ രാധിക ഇങ്ങനെ പറയാണ്. അപ്പം ജയഭാരതി പറയുന്നുണ്ട്, ഒരു പോലീസ് ഇട്ടൊരു ഏമാനെ നമ്മളെ ഇവിടെയൊക്കെ വന്നിട്ട് അടിച്ചമർത്തി അയാളങ്ങ് തലപ്പത്ത് കയറി നിന്നാൽ നമ്മൾ തല താഴ്ത്തി നിൽക്കണം എന്നാണോ, അങ്ങനെ തല താഴ്ത്തി നിന്നാൽ അവരൊക്കെ വിജയിച്ചു എന്ന് അവർക്ക് അങ്ങ് തോന്നും. എന്തായാലും ആ തോന്നൽ എൻ്റെ അടുത്ത് നടക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തല ഉയർത്തി തന്നെ അയാളെ മുന്നിൽ നിന്നത് എന്നൊക്കെ ഇവരോട് ഇങ്ങനെ പറയാണ്. എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം മുത്തശ്ശി ഇത്രയും തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന പരമേശ്വരൻ പോലും കരുതിയില്ല. പരമേശ്വരൻ വരെ തളർന്നിരുന്നിരുന്നു മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊക്കെ ഇവരെങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും മുത്തശ്ശിയുടെ എനർജി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ജയഭാരതി മുത്തശ്ശി വീട്ടിലെത്തിയില്ലേ, ഇനിയിപ്പോൾ അവരോട് ഇങ്ങനെ എതിർത്ത് നിന്നിട്ട് കാര്യമില്ല, സന്തോഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ ഈ ഉർവശിയും കൽപ്പനയും കൂടിയിട്ട് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇവിടുന്ന് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ഞങ്ങളൊരു പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു, ഇതുവരെ ഞങ്ങളിവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മുത്തശ്ശി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ തിരിച്ചു വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഉർവശിയും കൂടി അങ്ങ് കള്ളം പറയണേ. ഉർവശിയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല മുത്തശ്ശി ഇവിടുന്ന് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഭയങ്കര സെൻറ്റിമെൻ്റായിട്ട് ഇങ്ങനെ പറയാണ്. എന്തായാലും നമ്മുടെ ജയഭാരതി മുത്തശ്ശിയല്ലേ, ഇവരെ അഭിനയം കണ്ടിട്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന്. അപ്പം മുത്തശ്ശി നേരെ ഇവരുടെ അടുത്ത് അങ്ങ് വരികയാണ്.
പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെ അല്ലല്ലോ, നിങ്ങളിവിടെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷവതികളായിരുന്നു എന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നത്, അയ്യോ മുത്തശ്ശി ആര് പറഞ്ഞു ഈ കള്ളം, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞങ്ങൾ ഭയങ്കര ടെൻഷനായി നിൽക്കുകയായിരുന്നു ഇവിടെ, മുത്തശ്ശിനോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞങ്ങൾക്ക് മുത്തശ്ശിനോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ മുത്തശ്ശി മനസ്സിലാക്കുന്നില്ല, മുത്തശ്ശി ഞങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളൊക്കെ എന്തായാലും കുറേ മുന്നേ തന്നെ എനിക്ക് മനസ്സിലായതാണ്, ഇനി എങ്ങാനും നിങ്ങളെ ഈ വല്ല പണിക്കൊക്കെ നിന്നാൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ ഇവരോട് അങ്ങ് ഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്. പരമേശ്വരൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ എന്ത് പറഞ്ഞിട്ടാണ് പോലീസുകാർ അമ്മനെ വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, തലയിൽ തൊപ്പി കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വിട്ടത്, ഇവിടുന്ന് ഇപ്പോൾ വിളിച്ചു, ആഭ്യന്തര മന്ത്രി വിളിച്ചു, പിന്നെ ഒരുപാട് ഓഫീസേഴ്സൊക്കെ വിളിച്ച് നന്നായിട്ട് അയാളോട് പെരുമാറിയിട്ടുണ്ട്, അവരെ എന്നെ റിലീസ് ചെയ്യാനൊക്കെ പറഞ്ഞു, അതൊക്കെ നടന്നത് എങ്ങനെയാണെന്നോ, ഈ രാധിക മോള് നേരെ ഫിദ മാഡത്തിനെ വിളിച്ചിട്ട് ഫിദയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്, അവരോടാണ് നന്ദി പറയേണ്ടതെന്നൊക്കെ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, മോളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്നൊന്നും അറിയില്ല, അപ്പം മോൾ എന്തായാലും ഫിദക്ക് ഒന്ന് വിളിക്കുക, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പരമേശ്വരന് നേരെ രാധികനോട് പറയുന്നത്. അപ്പോൾ രാധിക നേരെ ഫോൺ ചെയ്യാണ് ഫിദക്ക്, അപ്പോൾ ശ്യാമ ഫോൺ എടുക്കുന്നുണ്ട്, അപ്പോൾ അവൾ പറയുന്നുണ്ട് അച്ഛനെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്യാമ ചോദിക്കുന്നുണ്ട്, വീട്ടിലെത്തിയില്ലേ, ഞാനിതൊരാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നേരെ പരമേശ്വരന് ഫോൺ കൊടുക്കുന്നത്, ആ ഫോൺ കൊടുക്കുമ്പോൾ പരമേശ്വരൻ നന്ദി പറയണേ, എന്താ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഫിദ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് നന്ദി പറയുന്നത്, എൻ്റെ മകളാണ് രാധിക, രാധികനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും, അപ്പം രാധികനെ സ്നേഹിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, സ്വന്തം മകളല്ലാഞ്ഞിട്ട് പോലും ഇത്രയും അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മകളെ ഭാഗ്യമാണ്, രാധികയുടെ ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ഒരു അമ്മനെ കിട്ടണമെന്നൊക്കെ പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത്, അവളെൻ്റെ സ്വന്തം മകളല്ലെന്നോ, അവളെൻ്റെ സ്വന്തം മകളാണ്, ഞാൻ അവരെ അമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ തുറന്നടിച്ച് ഞാൻ പ്രസവിച്ച മോളാണെന്ന് പറയാനുള്ള ഒരു കഴിവില്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുകയാണ് ഈ ശ്യാമ. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, എന്നാലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ മകളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരോട് ഇങ്ങനെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. അവസാനം ശ്യാമനോട് പറയുന്നത്, നമുക്ക് നേരിട്ടൊന്ന് കാണാം, നേരിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം ശ്യാമനോടല്ല രാധികനോട് പരമേശ്വരൻ പറയുന്നുണ്ട്, അവർ പറയുന്നത് ഈ ഫിദ മേഡം നിൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് എന്നാണ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മകളുടെ ഭാഗ്യമാണ്, കാരണം നിൻ്റെ പെരുമാറ്റവും നിൻ്റെ ആളുകളോടുള്ള ഇടപെടലും അത്രമാത്രം നല്ലതായതുകൊണ്ടാണ് അവരൊക്കെ നിന്നെ സ്വന്തം മകളായി സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക ഒന്നിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പിറകെ നിന്നിട്ട് വരുൺ പറയുന്നുണ്ട്, അതിനാരാ പറഞ്ഞ സ്വന്തം മകളല്ലെന്ന്, ഈ വീതാമ്മയുടെ ഇവളുടെ സ്വന്തം അമ്മ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ പറയണത്. വരുണിന് എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാം രാധിക സ്വന്തം മകളാണെന്ന്, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രണ്ടാമതൊരു മീനിങ്ങിലാണ് അവനെങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവൾക്ക്, പക്ഷേ ഇവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അവൻ പറയുന്നത് കേട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി പരമേശ്വരനോട് പറയുന്നുണ്ട്, മോനെ നിനക്ക് ഞാൻ ജയിലിൽ പോയി കഷ്ടപ്പെട്ട് വന്ന് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും വേണ്ട, അങ്ങനെ ഒരു തോന്നലോ ക്ഷീണോ ഒരു കാര്യം എനിക്കില്ല, അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം വരും പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിനെ ആ ജയിലിൽ കടത്തിയെന്ന് നമ്മൾ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, പകരം ചോദിച്ചിരിക്കുക അവരോട്, അത് എങ്ങനെയാണ് തീരുമാനിക്കട്ടെ, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ വരുണിങ്ങനെ ആ CAക്കിട്ട് ഒരു പണി കൊടുക്കാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനം വീട്ടിൽ ഉർവശിയുടെ ഫോണിൽ ഗൗതം കോൾ ചെയ്യാണ്. അപ്പം ഗൗതം ആണെങ്കിൽ ആ പ്ലാൻ ഫ്ലോപ്പായ കാര്യം പറയാനൊക്കെ ആയിരിക്കും വേണമെങ്കിൽ വിളിക്കുന്നത്. അവരൊരു പ്രതീക്ഷയായിരുന്നു മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്തിട്ട് ആ രാധികനെ അവിടെ നിന്ന് പുറത്താക്കാൻ കഴിയും, പിന്നെ ഇവർക്ക് ജയിൽ മോചനമൊക്കെ എല്ലാം സ്വപ്നം കണ്ടൊക്കെ തകർന്നടിഞ്ഞ് വീണിരിക്കുകയാണ്. ആ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവൻ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തായാലും ആ CAക്കിട്ടുള്ള പണിയായിരിക്കും. അവൻ നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ ആരോ വീഡിയോ എടുക്കുന്നതും എന്തായാലും അയാളെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ.